ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. പാലും മുട്ടയും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 3/4 ഗ്ലാസ്സോളം പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഗ്ലാസിൻ്റെ അളവിലാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 3/4 ഗ്ലാസ്സാണ് പാൽ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3/4 ഗ്ലാസ്സോളം മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ ഗ്ലാസ്സിൽ തന്നെയാണ് 1/4 പൊടി മൈദപ്പൊടി അളന്നിട്ടുള്ളത്. അപ്പോൾ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നാൽ ഇത് അരച്ചെടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഈ മിക്സ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു ലൂസിലാണ് ഈ മാവ് ഉള്ളത്. ഇനി ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ഈ ഒരു ലൂസിലാണ് ഇത് ഉണ്ടാവുക. ഇനി ഒരു 30 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മാവ് റവയൊക്കെ കുതിർന്നിട്ട് മാവ് കുറച്ചും കൂടി ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ മിനിമം ഒരു 30 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഈ മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഈസി ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ടാണ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് ഓരോ കുഴിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇത് ഒഴിച്ച് കൊടുക്കേണ്ടത്. ആദ്യം ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇത് ഒഴിച്ച് കൊടുക്കേണ്ടത്. തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ ഒന്ന് തീ ഓണാക്കി കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പാലും മുട്ടയും മൈദപ്പൊടിയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അങ്ങനെ വെന്ത് കിട്ടിയാൽ നമുക്ക് മറ്റേ സൈഡും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇത് ഈ ഉണ്ണിയപ്പച്ചട്ടിയിൽ മാത്രമല്ല, സാധാ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒരു തവി വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക.
ഇത് ഉണ്ണിയപ്പത്തിൻ്റെ അതേ ടേസ്റ്റിലല്ല ഉണ്ടാവുക, ഇതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. പാലും മുട്ടയാണ് നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഉണ്ണിയപ്പമൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതൊരു 3 എണ്ണമൊക്കെ കഴിക്കേണ്ടി വരും. അപ്പോൾ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാവുക. പാലും മുട്ടയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ പാലും മുട്ടയും ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു ഈസി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഉണ്ണിയപ്പത്തിൻ്റെ അതേ ടേസ്റ്റിലല്ല ഇത് ഉണ്ടാവുക, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ താഴെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇതിൻ്റെ കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.